നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് അസസ് ചെയ്യാൻ ഉള്ള ചെക്കപ്പിൻ്റെ ഭാഗമായി സാധാരണയായി നിങ്ങൾ ചെയ്യാറുള്ളത് ECG, ട്രെഡ്മിൽ ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം, ലൈപ്പിഡ് പ്രൊഫൈൽ, ട്രോപ്പായി എന്നിവയൊക്കെയാണ്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മൾക്ക് പലർക്കും ഹാർട്ട് ഹെൽത്തിനെ പറ്റി അറിയാത്തതും റുട്ടീനായി നമ്മൾ ചെയ്യാത്തതുമായ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. അതാണ് നിങ്ങളുടെ രക്തത്തിലെ ഹോമോസിസ്റ്റീൻ ലെവൽസ്. ഇനി എന്താണ് ഹോമോസിസ്റ്റീൻ ടെസ്റ്റ്? ഹോമോസിസ്റ്റീൻ എന്നാൽ ഒരു അമൈനോ ആസിഡാണ്. നമ്മുടെ ശരീരത്തിലെ സെൽസ് അല്ലെങ്കിൽ കോശത്തിൽ തുടർച്ചയായി മെത്തിലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെത്തിലേഷൻ പ്രോസസ്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഹോമോസിസ്റ്റീൻ. ഈ തുടർച്ചയായി നടക്കുന്ന മെത്തിലേഷൻ പ്രോസസ്സിലൂടെ ഹോമോസിസ്റ്റീനെ മെത്തിയോണിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ മെത്തിയോണിൻ പിന്നീട് നമ്മുടെ DNA പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുവഴി ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഗ്ലൂട്ടാത്തിയോൺ ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ B6, B9, B12 എന്നിവയുടെ അളവ് കുറയുകയും അതുമൂലം നമ്മുടെ ശരീരത്തിലെ മെത്തിലിയേഷൻ പ്രോസസ്സ് തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഈ മെത്തിലിയേഷൻ പ്രോസസ്സ് തടസ്സപ്പെട്ടത് കാരണം ഹോമോസിസ്റ്റീൻ മെത്തിയോണിനായിട്ട് കൺവേർട്ടഡ് ആവാതിരിക്കപ്പെടുന്നു. ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ ഹോമോസിസ്റ്റീൻ്റെ അളവ് വളരെയധികം കൂടുകയും അതുവഴി ഹാർട്ടിലെ രക്തക്കുഴലിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി മാറ്റങ്ങൾ വരുത്തുകയും അത് ഹാർട്ടിലെ പ്രധാന രക്തക്കുഴലിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അതുമൂലം ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ ഹോമോസിസ്റ്റീൻ ലെവൽസ് കൂടി ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സാധാരണഗതിയിൽ ഹോമോസിസ്റ്റീൻ ലെവൽസ് 10 താഴെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ശരീരത്തിലെ ഹോമോസിസ്റ്റീൻ ലെവൽസ് 10 മുകളിലാണെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള ചില വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻസ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുക. ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനിലൂടെ രണ്ടാമതും നിങ്ങളുടെ മെത്തിലിയേഷൻ സൈക്കിൾ നോർമലിലേക്ക് കൊണ്ടുവരാൻ സഹായകമാകും.